ഹലോ എവരി വൺ, സ്കിൽ സോണിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐമൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC, SSC, RRB എന്നിവ കോമ്പറ്റേറ്റീവ് പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫേഴ്സ്. കറണ്ട് അഫേഴ്സിൻ്റെ മാർച്ച് മാസത്തിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും കറണ്ട് അഫേഴ്സ് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. Who wins silver in Badminton World Federation Swiss Open Super 300? PV സിന്ധു. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ സ്വിസ് ഓപ്പൺ സൂപ്പർ 300-ൽ സിൽവർ മെഡൽ നേടിയത് PV സിന്ധു ആണ്. ശ്രദ്ധിക്കുക, ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ സ്വിസ് ഓപ്പൺ സൂപ്പർ 300-ൽ സിൽവർ മെഡൽ നേടിയത് PV സിന്ധു. അടുത്ത് നോക്കാം. തീം ഓഫ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ, ഫോറസ്റ്റ് ആൻഡ് ലിവ്ഹുഡ് സസ്റ്റൈനിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ശ്രദ്ധിക്കുക, വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ തീമാണ് വനങ്ങളും ഉപജീവന മാർഗവും ആളുകളെയും ഗ്രഹത്തെയും നിലനിർത്തുന്നു. ശ്രദ്ധിക്കുക, വനങ്ങളും ഉപജീവന മാർഗവും ആളുകളെയും ഗ്രഹത്തെയും നിലനിർത്തുന്നു. അടുത്ത നോക്കാം. വു വോൺ ദ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ്? കൊണേരു ഹംപി. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് കൊണേരു ഹംപിക്കാണ്. അടുത്തത് നോക്കാം. ദ ഫസ്റ്റ് എവർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ വിച്ച് സിറ്റി? തെലങ്കാന. ഇന്ത്യയിലെ ആദ്യമായി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കാൻ പോകുന്ന നഗരമാണ് തെലങ്കാന. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ K. ചന്ദ്രശേഖർ റാവു, ഗവർണർ തമിലിസായി സൗന്ദരരാജൻ. നോട്ട് ചെയ്യുക, തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ K. ചന്ദ്രശേഖർ റാവു, ഗവർണർ തമിലിസായി സൗന്ദരരാജൻ. അടുത്തത് നോക്കാം. വു ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ടു ബി ഹോണർ വിത്ത് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം അച്ചീവ് അവാർഡ് 2021? അമിതാഭ് ബച്ചൻ. ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം അച്ചീവ് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യനാണ് അമിതാഭ് ബച്ചൻ. 2021 ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം അച്ചീവ് അവാർഡ് നേടിയത്. അടുത്തത് നോക്കാം. വു വിൻസ് ബിഹാരി പുരസ്കാർ 2020? മോഹൻ കൃഷ്ണ ബൊഹാര. ശ്രദ്ധിക്കുക, 2020 ബിഹാരി പുരസ്കാർ നേടിയത് മോഹൻ കൃഷ്ണ ബൊഹാരയാണ്. അടുത്ത് നോക്കാം. വിച്ച് കൺട്രി ഹാസ് റാങ്ക്ഡ് ഫസ്റ്റ് ഇൻ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് 2021? സിംഗപ്പൂർ. എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് 2021 പ്രകാരം ആദ്യം എത്തിയത് സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ സ്ഥാനം 121. അടുത്തത് നോക്കാം. ISRO ഹാസ് കംപ്ലീറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഫോർ എ ജോയിൻറ്റ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് മിഷൻ വിത്ത് വിച്ച് ഓർഗനൈസേഷൻ? നാസ. ISROയും ഏത് ഓർഗനൈസേഷനും കൂടി ചേർന്നാണ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ സിന്തറ്റിക് അപ്പർച്ചർ റഡാറിൻ്റെ വികസനം പൂർത്തിയാക്കിയത്? നാസ. നാസയുടെ ആസ്ഥാനം വാഷിങ്ടൺ. ശ്രദ്ധിക്കുക, ISROയും ഏത് ഓർഗനൈസേഷനും കൂടി ചേർന്നാണ് ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ സിന്തറ്റിക് അപ്പർച്ചർ റഡാറിൻ്റെ വികസനം പൂർത്തിയാക്കിയത്? നാസ. അടുത്ത് നോക്കാം. വു ഈസ് UN അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറൽ? ലിങ്ക്യാൻ നൊറോൻഹ. യുണൈറ്റഡ് നേഷൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറലാണ് ലിങ്ക്യാൻ നൊറോൻഹ. അടുത്ത് നോക്കാം. മൈത്രി സേതു ബ്രിഡ്ജ് കണക്റ്റഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ഹാസ് ബീൻ ബിൽറ്റ് ഓവർ വിച്ച് റിവർ? ഫെനി റിവർ. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന മൈത്രി സേതു ബ്രിഡ്ജ് നിർമ്മിക്കാൻ പോകുന്നത് ഫെനി റിവറിന് കുറുകെയാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന മൈത്രി സേതു ബ്രിഡ്ജ് നിർമ്മിക്കാൻ പോകുന്നത് ഫെനി റിവറിന് കുറുകെയാണ്. അടുത്ത് നോക്കാം. തീം ഓഫ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ, വുമൻസ് ഇൻ ലീഡർഷിപ്പ് അച്ചീവിംഗ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ COVID-19 വേൾഡ്. ശ്രദ്ധിക്കുക, തീം ഓഫ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ, വുമൻസ് ഇൻ ലീഡർഷിപ്പ് അച്ചീവിംഗ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ COVID-19 വേൾഡ്. ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആചരിക്കുന്നത് മാർച്ച് 8-നാണ്. ശ്രദ്ധിക്കുക, ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആയി ആചരിക്കുന്നത് മാർച്ച് 8-ആണ്. അടുത്തത് നോക്കാം. ദ ഒളിമ്പിക് ടോർച്ച് റിലേ ഫോർ ടോക്കിയോ 2020 സ്റ്റാർട്ടഡ് ഇൻ വിച്ച് പ്ലേസ്? ഫുക്കുഷിമ, ജപ്പാൻ. ഒളിമ്പിക് ടോർച്ച് റിലേ ഫോർ ടോക്കിയോ 2020 ആരംഭിക്കാൻ പോകുന്നത് ഫുക്കുഷിമയിലാണ്. ഒളിമ്പിക്സ് 2020 വേദി ടോക്കിയോ ആയിരുന്നു. കൊറോണ കാരണം അത് നടത്താൻ സാധിച്ചില്ല. 2021 ഒളിമ്പിക് നടത്തുന്നത്. അടുത്തത് നോക്കാം. വിച്ച് ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ഇറ്റ്സ് സ്റ്റാർഷിപ്പ് SN10 പ്രോട്ടോടൈപ്പ് റോക്കറ്റ്? SpaceX. സ്റ്റാർഷിപ്പ് SN10 പ്രോട്ടോടൈപ്പ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ച സ്ഥാപനമാണ് SpaceX. SpaceX ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സണായ എലൺ മസ്കിൻ്റെ സ്ഥാപനമാണ്. അടുത്തത് നോക്കാം. വു ടോപ്സ് ഹൂറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് 2021? എലൺ മസ്ക്. ഹൂറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് 2021 പ്രകാരം ഏറ്റവും മുകളിലെത്തിയത് എലൺ മസ്ക് ആണ്.
അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ തീം ഓഫ് ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഡേ 2021? മാത്തമാറ്റിക്സ് ഫോർ ബെറ്റർ വേൾഡ്. ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഡേ 2021ൻ്റെ തീമാണ് മാത്തമാറ്റിക്സ് ഫോർ ബെറ്റർ വേൾഡ്. ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഡേ മാർച്ച് 14-നാണ്. ശ്രദ്ധിക്കുക, ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഡേ മാർച്ച് 14-നാണ്. അടുത്തത് നോക്കാം. who has been appointed as the first vice president and chief operating officer of the Federal Reserve Bank of New York? നൗറീൻ ഹസൻ. ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായും വൈസ് പ്രസിഡൻ്റായും നിയമിക്കപ്പെട്ടത് നൗറീൻ ഹസനെയാണ്. ശ്രദ്ധിക്കുക, ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായും വൈസ് പ്രസിഡൻ്റായും നിയമിക്കപ്പെട്ടത് നൗറീൻ ഹസനെയാണ്. അടുത്തത് നോക്കാം. വിച്ച് കൺട്രി ബിൽഡ്സ് വേൾഡ് ഫസ്റ്റ് പ്ലാറ്റിപ്പസ് സാങ്ച്വറി? ഓസ്ട്രേലിയ. ലോകത്തിൽ ആദ്യമായി പ്ലാറ്റിപ്പസ് എന്ന ജീവിക്ക് വേണ്ടി ഒരു സങ്കേതം ആരംഭിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. ശ്രദ്ധിക്കുക, ലോകത്തിൽ ആദ്യമായി പ്ലാറ്റിപ്പസ് എന്ന ജീവിക്ക് വേണ്ടി ഒരു സാങ്ച്വറി ആരംഭിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അടുത്തത് നോക്കാം. വിച്ച് കൺട്രി ലോഞ്ച്ഡ് എ ഗ്യാൻ ടെലിസ്കോപ്പ് അണ്ടർ വാട്ടർ ഫോർ ഫസ്റ്റ് ടൈം? റഷ്യ. ആദ്യമായി ഗ്യാൻ ടെലിസ്കോപ്പ് അണ്ടർ വാട്ടർ ആരംഭിച്ചത് റഷ്യയാണ്. ശ്രദ്ധിക്കുക, ആദ്യമായി ഗ്യാൻ ടെലിസ്കോപ്പ് അണ്ടർ വാട്ടർ ആരംഭിച്ചത് റഷ്യയാണ്. അടുത്തത് നോക്കാം. വിച്ച് മുനിസിപ്പാലിറ്റി ഹാസ് ടോപ്ഡ് ദ മുനിസിപ്പൽ പെർഫോമൻസ് ഇൻഡെക്സ് 2020? ഇൻഡോർ. മുനിസിപ്പൽ പെർഫോമൻസ് ഇൻഡെക്സ് 2020 പ്രകാരം ആദ്യം എത്തിയത് ഇൻഡോർ ആണ്. അടുത്ത് നോക്കാം. വേർ ഈസ് ഇന്ത്യ ഫസ്റ്റ് ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ ഇനോഗ്രേറ്റഡ്? റാണിഗഡ്. ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് റാണിഗഡിലാണ്. റാണിഗഡ് ഉത്തരാഖണ്ഡിലാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് ഉത്തരാഖണ്ഡിലെ റാണിഗഡിലാണ്. ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ തിരാജ് സിംഗ് റാവത്ത്. ഗവർണർ ബേബി റാണി മൗര്യ. അടുത്തത് നോക്കാം. who becomes the first cricketer to have 100 million follower on Instagram? വിരാട് കോഹ്ലി. ഇൻസ്റ്റഗ്രാമിൽ 100 മില്യൺ ഫോളോവർ നേടുന്ന ആദ്യ ക്രിക്കറ്ററാണ് വിരാട് കോഹ്ലി. ശ്രദ്ധിക്കുക, ഇൻസ്റ്റഗ്രാമിൽ 100 മില്യൺ നേടുന്ന ആദ്യ ക്രിക്കറ്ററാണ് വിരാട് കോഹ്ലി. അടുത്തത് നോക്കാം. ലോക്സഭ ടി വി ആൻഡ് രാജ്യസഭ ടി വി മെർജ്ഡ് ഇൻറ്റു വിച്ച് ടി വി? സൻസാദ് ടി വി. ലോകസഭ ടി വിയും രാജ്യസഭ ടി വിയും ലയിച്ചത് സൻസാദ് ടി വിയിലാണ്. ശ്രദ്ധിക്കുക, ലോകസഭ ടി വിയും രാജ്യസഭ ടി വിയും ലയിച്ചത് സൻസാദ് ടി വിയിലാണ്. അടുത്ത് നോക്കാം. who was appointed as the ഡയറക്ടർ ജനറൽ ഓഫ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്? എം.എ. ഗണപതി. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിച്ചത് എം.എ. ഗണപതിയെയാണ്. ശ്രദ്ധിക്കുക, നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിച്ചത് എം.എ. ഗണപതിയെയാണ്. അടുത്ത് നോക്കാം. വേർ ഈസ് ദ ഏഷ്യ ലാർജസ്റ്റ് ടുലിപ്പ് ഗാർഡൻ ലൊക്കേറ്റഡ്? ശ്രീനഗർ. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. ശ്രദ്ധിക്കുക, ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. നോട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി സ്കിൽ സോണിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് ഇൻസ്റ്റാഗ്രാമും സ്റ്റഡി മെറ്റീരിയൽസിനും ഡിസ്കഷനും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.